കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെതിരെ വിസിയുടെ തുടർവിട്ട് രജിസ്ട്രാർക്കുള്ള ഫയലുകൾ അനിൽകുമാറിന് അയക്കരുതെന്ന നിർദ്ദേശം വി സി മോഹൻ കുന്നുമൽ നിർദ്ദേശം നൽകി. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തും ചേർന്നു. ഉമേഷ്, സമാനമായ നിർദ്ദേശം സിസ തോമസ് ഈ താൽക്കാലിക വി സി സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് തന്നെ നൽകിയിരുന്നു. ഇപ്പോൾ മോഹൻ കുന്നുമലും അതേ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിവരങ്ങൾ. താൽക്കാലിക വി സിയായിരുന്ന സിസ തോമസ് നൽകിയിരുന്നത് വൈസ് ചാൻസലർക്ക് നൽകേണ്ട ഫയലുകൾ രജിസ്ട്രാർ വഴി വരരുത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ഈ ഫയലും രജിസ്ട്രാറായ കെ എസ് അനിൽകുമാറിന് നൽകരുത്, അത് മിനി കാപ്പന് നൽകണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് വിഭാഗം ഡയറക്ടർക്കാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം രജിസ്ട്രാറായി മിനി കാപ്പനെ കഴിഞ്ഞ ദിവസം 7-ാം തീയതി നിയോഗിച്ചെങ്കിലും ഇന്നാണ് അതിൻ്റെ ഉത്തരവിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഫയൽ മൂവ്മെൻറ്റുകൾ മുഴുവൻ രജിസ്ട്രാർക്കുള്ള ഫയൽ മൂവ്മെൻറ്റുകൾ മുഴുവൻ നേരെ എത്തേണ്ടത് മിനി കാപ്പറിലേക്കാണ്. അത് കൂടുതൽ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വൈസ് ചാൻസലർ ഇത്തരമൊരു നിർദ്ദേശം കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് വിഭാഗം ഡയറക്ടർക്ക് നൽകിയിരിക്കുന്നത്. അതായത് രേഖകളിൽ ഒരുപക്ഷെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഫയൽ മൂവ്മെൻറ്റുകളും ഫയലുകളിൽ തീരുമാനമെടുക്കുന്നതും രജിസ്ട്രാർ എന്ന നിലയിൽ മിനി കാപ്പൻ ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ നിർദ്ദേശം കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് വിഭാഗം ഡയറക്ടർ പാലിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നിലവിൽ 2 വിഭാഗങ്ങൾക്കും ഇതുവരെ ഫയലുകളൊന്നും എത്തിച്ചിട്ടില്ല. ഈ അധികാരം അറിയുന്നവർ തമ്മിൽ അധികാര തർക്കത്തിൽ ഈ ഭരണപ്രതിസന്ധി ഉണ്ടാവാതിരിക്കട്ടെ. ഉമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.